ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മൊബൈൽ ഫോൺ അല്ല, ദിസ് എ പേഴ്സണൽ കമ്പ്യൂട്ടർ ഓൾസോ ബീങ് യൂസ് ഫോർ കോളിംഗ്. ഞാൻ പറയുന്നത് ഇത് കമ്പ്യൂട്ടറാണ്, ഇതിൽ എല്ലാ രേഖകളും ഉണ്ട്. നമ്മൾ ഫോൺ വിളിക്കാനും കൂടി ഇത് ഉപയോഗിക്കുന്നു. നമ്മുടെ മനസ്സിലാക്കൽ ഇത് ഫോൺ മാത്രമാണെന്നുള്ള അത് മാറ്റാൻ വേണ്ടി. ശരിയാ, താങ്കളൊരു എനിക്കറിയാം ഒരു മനഃശാസ്ത്രജ്ഞയാണ്. അപ്പോൾ ഈ ശരിക്കും ആളുകളുടെ ഒരു അടിസ്ഥാനപരമായ ഒരു വികാരം ഭയമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളിപ്പോൾ എന്തായാലും ഈ പ്രോഗ്രാം കണ്ട് ഇരിക്കുന്നവരിൽ ഒരു ആയിരക്കണക്കിന് ആൾക്കാർ ഈ തട്ടിപ്പിന് വിധേയമായിട്ട് കഴിഞ്ഞ വർഷം തന്നെ കാര്യം 42,000 ആൾക്കാർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി അല്ലാത്ത റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസും ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് അവരോട് പറയുക ഇങ്ങനെ ഉള്ളൊരു അപകടത്തിൽ ചെന്ന് പെട്ടുപോയാൽ? ഈ അപകടത്തിലേക്ക് പെടുന്നത് നമ്മൾ ഈ 3 കേസ് കണ്ടാൽ അറിയാം. അപകടത്തിലേക്ക് പെടുന്നത് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. ബിഷപ്പിന്റെ കാര്യം പറഞ്ഞാലും പാർവതിയുടെ കാര്യം പറഞ്ഞാലും അവർ രണ്ടുപേരും പേടിച്ചു പോയ ഒരു സ്ഥലത്താണ് ആ അപകടത്തിലേക്ക് പോയത്. ഇവിടെ എന്തുകൊണ്ട് അദ്ദേഹം പേടിച്ചിട്ടില്ല, അദ്ദേഹം കോൺഫിഡന്റ് ആയിരുന്നു. ആദ്യം കണ്ടപ്പോഴേ തന്നെ മനസ്സിലായി ഇത് തട്ടിപ്പാണ് എന്ന്. അത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി? അവയർനെസ്. അപ്പോൾ ഈ അവയർനെസ് നമുക്ക് കൊടുക്കാൻ പറ്റണം. ഇവിടെ നമ്മളുടെ സിനിമകളാണ് നമുക്ക് നിയമത്തിനെ കുറിച്ചുള്ള ഗ്രാഹ്യം തരുന്നത്. എങ്ങനെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾ നടക്കും. നമുക്ക് ഓരോരുത്തർക്കും ഇതിനെക്കുറിച്ചുള്ള ധാരണയില്ല. ആ ധാരണ കൃത്യമായി ഉണ്ടാക്കി ആൾക്കാർക്ക് ഈ സിനിമ പാർവതി ഇരിക്കുന്നുണ്ട്, ഇത്തിരി വിഷമം പാർവതിക്ക് ഉണ്ടാവും. എന്നാലും സിനിമയിലും ടെലിവിഷനിലും ഒക്കെ തന്നെ ഈ നിയമവും കോടതിയൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉച്ചത്തിൽ സംസാരിക്കുക. അവിടെ നിയമമൊന്നും പറയണ്ട, പിന്നെ ജഡ്ജിയോട് ഇങ്ങനെ ഇറങ്ങി വരാൻ പറയുക. ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് ആളുകൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ാണെന്നാണ് വിചാരിക്കുന്നത്. നമ്മള് സിനിമ അതിനകത്ത് ഏറ്റവും വലിയ ഡോക്ടർ വാണി അതിനകത്ത് ഒരു പ്രശ്നം തോന്നി. ഇപ്പം നിങ്ങളിപ്പോൾ സുപ്രീം കോടതി ഡയറക്ഷൻ അനുസരിച്ച് ഒരു അറസ്റ്റ് എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വീട്ടിൽ കയറി വന്നാൽ നിങ്ങൾ ചോദിക്കേണ്ട കാര്യങ്ങൾ എന്നും ഒരു സാധനം ടി വിയിൽ എഴുതി കാണിച്ചാൽ എൻ്റെ ഈ 41 വർഷക്കാലത്ത് അനുവദിക്കാൻ പറയാം, അപ്പം തന്നെ അടുത്ത ചാനലിൽ പോകും. നമ്മളെ അറസ്റ്റ് ചെയ്യാനും ആരും വരുന്നില്ല. ഇതൊക്കെ വായിച്ച് നമ്മൾ നേരെ കളയുന്നത്. നമ്മുടെ എല്ലാ അപകടങ്ങളും നമ്മളുടെ ഈ ബോധത്തിൽ നിന്ന് ഞാൻ പലപ്പോഴും നമ്മൾ ഈ ന്യൂസ് ചാനലിൽ നിൽക്കുമ്പോൾ ഈ ആളുകൾ ഇപ്പം നമ്മളിത് അറിയാത്ത ആൾക്കാർക്ക് അവർക്ക് ഇതിനെക്കുറിച്ചൊരു ബോധം വേണമെന്ന് ചോദിച്ചാൽ നമ്മളിത് റിപ്പീറ്റ് ചെയ്തൊക്കെ പറയും. ഇങ്ങനൊരു സംഭവം ഉണ്ടായി, നിങ്ങൾ 1930 വിളിച്ചോണം. അപ്പോൾ അവർ ഈ നമ്പർ ശ്രദ്ധിക്കത്തുമില്ല. കാര്യം അവർക്കിത് അറിയേണ്ട കാര്യമില്ല. പക്ഷേ നാളെ ഇത് 1930 കാരണം കാശ് പോയി എന്ന് പറയുമ്പോഴാണ് നാട്ടിൽ കിടക്കുന്ന പോലീസുകാരെ മൊത്തം ചീത്ത വിളിക്കുക. സാർ, ഇവിടെയാണ് നമ്മൾ ഓരോ കാര്യവും നടക്കുമ്പോഴും ഒരു മിനിറ്റ് നമ്മൾ എടുത്തൊന്ന് ചിന്തിക്കുക. ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ഇപ്പം എനിക്കുണ്ടായ കുറേ പേഴ്സണൽ അനുഭവങ്ങളുണ്ട്. ഇപ്പം പറവ ചേച്ചിക്ക് വന്നതുപോലെ സെയിം ഒരു കോൾ എനിക്ക് വന്നിരുന്നു. ഇസ്രായേലിലേക്കുള്ള ഒരു പാഴ്സൽ അയച്ചു, അതിന് പൈസ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഹിന്ദിക്കാരനാണ് വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഞാൻ പാഴ്സൽ അയച്ചിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്, ഇസ്രായേലിൽ എനിക്ക് ആളും ഇല്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അവരോട് തർക്കിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ എവിഡൻസസ് ചോദിക്കാൻ തുടങ്ങുമ്പോൾ അവർ ഏകദേശം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ പറഞ്ഞ പോലെ മുറി ഹിന്ദിയിൽ അറിയാവുന്ന ചീത്തയും വിളിച്ചിട്ട് ഫോൺ വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമുക്കുള്ളതല്ല എന്ന് തോന്നിയാൽ ഇനി എന്തോ ആയിക്കോട്ടെ, അത് ഈവൻ ഒരു ജെനുവിൻ നമ്മളെ തേടി വിളിച്ച ഒരു പോലീസുകാരൻ തന്നെ ആയിക്കോട്ടെ, ആ കോള് നമ്മൾ കണക്ട് ചെയ്യുവാണെങ്കിൽ അതിന് അവർ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വന്നോളും. നമുക്ക് ഈ പലപ്പോഴും പെട്ടുപോകുന്നത് ഈ ടെക്നോളജി കൃത്യമായി യൂസ് ചെയ്യാൻ എനിക്കറിയില്ല എന്ന് എനിക്ക് തന്നെ ഒരു തോന്നലുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെക്നോളജി യൂസ് ചെയ്യുന്നത് എഡ്യൂക്കേഷനുമായിട്ട് സത്യം പറഞ്ഞാൽ വലിയ കണക്ഷൻ ഒന്നുമില്ല. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും പല ടെക്നിക്കൽ ഇഷ്യൂസിനകത്തും ചെന്ന് പെടാം. അപ്പം ഇവിടെ നമുക്ക് കൃത്യമായ അവയർനെസ്, സാർ പറഞ്ഞ പോലെ സട്ടിൽ അവയർനെസ്, അല്ലെങ്കിൽ ഇപ്പം മാസമായിട്ട് ടി വിയിലൂടെ നമ്മൾ എഴുതി കാണിക്കുന്നു, ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. നമുക്ക് റീഡിങ് അറിയാമെന്നുണ്ടെങ്കിൽ നാച്ചുറലി നമ്മൾ റീഡ് ചെയ്യും. പക്ഷെ ആ റീഡ് ചെയ്ത സാധനം നമ്മളുടെ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്യപ്പെടണം എന്ന് നിർബന്ധമില്ല. 2 സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും ചോദിച്ചാൽ എന്ത് നമ്പർ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല. എക്സാക്ട്ലി ഈ കാര്യം പറഞ്ഞ അവയർനെസ് പറഞ്ഞല്ലോ. എന്റെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച സംഘാടകൻ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് എല്ലാം കേട്ടിട്ട് 2 മണിക്കൂറോളം എല്ലാം കേട്ടിട്ട് ഇതുപോലെ ഒരു പ്രശ്നത്തിൽ അയാൾ പെട്ടിട്ട് അയാൾ പറയാ, സാർ എന്തുകൊണ്ട് ചെയ്യരുതെന്ന് പറഞ്ഞു, അത് തന്നെ ചെയ്തു, ഞാൻ പെട്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.